ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാല് വാങ്ങി കുടിക്കുന്നത് ഞങ്ങളുടെ ദൃഷ്ടിപ്പെട്ട ഞങ്ങളത് വിശ്വസിക്കും. എന്താ, തയ്യാറാണോ? തയ്യാറാണ്. സ്വന്തം കുഞ്ഞിന്റെ വാക്ക് വിശ്വസിക്കാത്ത അച്ഛനമ്മമാരെ സത്യം ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കും നിർബന്ധമുണ്ട്. എങ്കിൽ പാലുമായി ക്ഷേത്രത്തിലേക്ക് പോവുക തന്നെ. സ്വന്തം കുഞ്ഞിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചത് ഭഗവാന്റെ ഒരു പരീക്ഷണം തന്നെയായിരിക്കാം. മോള് വിഷമിക്കണ്ട, ചെല്ല. ഭഗവാനും പാലർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിവേദ്യപ്പാല് ഭഗവാൻ കുടിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഭഗവാനെ, പരമേശ്വര, കൈലാസനാഥ, ശ്രീകണ്ഠേശ്വര. പൂങ്കണ്ണീര് വീഴ്ത്താനല്ല പറഞ്ഞത്. ഓർമ്മ വെച്ച കാലം മുതല് ഞാനും നിന്റെ അച്ഛനും ശ്രീകണ്ഠേശ്വരനെ പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, ക്ഷീരാർച്ചന നടത്തുന്നു. ഒരു തുള്ളി പാല് പോലും ഭഗവാൻ വന്ന് കുടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അനുഭവപ്പെടാത്ത മഹാത്ഭുതം ഞങ്ങളുടെ മകൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ. പൂജയും പ്രാർത്ഥനയും നടക്കട്ടെ. ഭഗവാനെ, അടിയനെ പരീക്ഷിക്കല്ലേ. ശബ്ദം കേൾക്കരുത്. നീ അർച്ചിക്കുന്ന പാല് ഭഗവാൻ കുടിച്ചു തീർക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇല്ലെങ്കിൽ തല്ലി എല്ലൊടിച്ചു കളയും. ഭഗവാനെ, ഇതൊക്കെ അവിടുന്ന് കേൾക്കുന്നില്ലേ? ഭഗവാനെ, അടിയങ്ങളോട് പൊറുക്കണം. ധാരാളം പാൽ കറന്നെടുക്കുന്ന ഒരു തറവാടാണ് ഞങ്ങളുടേതെന്ന് അങ്ങേക്കറിയാലോ. ഇവൾ ഒരേ ഒരു മകളാണ് ഞങ്ങൾക്ക്. നിത്യവും വേണ്ടുവോളം പാല് ഇവൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. എന്നിട്ടാണ് അങ്ങേക്ക് നിവേദിക്കാൻ കൊണ്ടുവന്ന പാല് മുഴുവൻ ഇവൾ കുടിച്ചിട്ട് ഭഗവാൻ കുടിച്ചതാണെന്ന് ഇവൾ ഞങ്ങളോട് വ്യാജം പറഞ്ഞത്. അതുകൊണ്ട് ഇവളെ തല്ലേണ്ടി വന്നു ഭഗവാനെ. സത്യധർമ്മ മാർഗങ്ങൾ ഉപദേശിച്ചാണ് ഞങ്ങൾ ഇവളെ വളർത്തുന്നത്. അങ്ങനെയുള്ളവൾ ഒരു തുള്ളി പാലിനു വേണ്ടി ഭഗവാന്റെ പേര് പറഞ്ഞ് അസത്യം പ്രവർത്തിച്ചാൽ അത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല ഭഗവാനെ. അങ്ങ് തന്നെ സത്യം തെളിയിച്ചാലും ഭഗവാനെ. കൺമണി, പൂജ നടക്കട്ടെ. ഭഗവാനെ, സത്യരക്ഷക, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അച്ഛനമ്മമാർ പൊതിരെ തല്ലി കള്ളം പറഞ്ഞെന്ന പേരിൽ എന്നെ അച്ഛനമ്മമാരുടെ മുന്നിൽ കളിയാക്കാതിരുന്ന മാത്രം മതി. ഈ പാൽ അങ്ങ് കുടിക്കുന്നത് അവരെ കാണിക്കണം നീലകണ്ഠ.
കണ്ണടച്ച് നിൽക്കണം. ഭഗവാൻ വന്ന് പാല് കുടിക്കട്ടെ. എന്നെ തല്ലിച്ചതച്ച് സത്യം തെളിയിക്കാൻ വന്നു നിൽക്കുകയല്ലേ. ഭഗവാൻ പാല് കുടിക്കുമ്പോ കണ്ണടച്ച് നിന്നില്ലെങ്കിൽ ഭഗവാന് കൊതി പിടിക്കും. അതുകൊണ്ട് രണ്ടുപേരും കണ്ണടച്ച് നിൽക്കണം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കണ്ടില്ലേ, പാൽ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എവിടെ പാല് കുടിക്കാൻ വന്ന നിന്റെ ശിവഭഗവാൻ? എവിടെ നിന്റെ സത്യം? അസത്തെ കള്ളി, നിന്നെ ഇന്ന് ഞാൻ വാങ്ങിക്കോട്ടെ. വരാനാ പറഞ്ഞു. നിന്നെ ഇന്ന് ഞാൻ ഇവിടെ വാടി. നീ ഇനി കള്ളം പറയൂ. പറയോ? നീ ഇനി അസത്യം പ്രവർത്തിക്കൂ. പറയൂന്ന് പറയൂ. കള്ളം കാണിക്കൂ. ഈ കള്ളം കാണിക്കൂ. നീ കാണിക്കില്ലേ? നീ അസത്യം പ്രവർത്തിക്കൂ. നീ കള്ളം കാണിക്കൂ. നീ കള്ളം കാണിക്കൂ. പറയൂ. നീ അസത്യം പ്രവർത്തിക്കൂ. പറയൂ. പറയൂ. നിർത്തൂ. കൈലാസപതേ ഭസ്മധര, അടിയങ്ങൾക്കുള്ള പ്രഥമ ദർശനമാണിത്. അങ്ങയെ നേരിൽ ദർശിക്കുന്ന മഹാപുണ്യത്തോളം ആഴമുണ്ടോ ഭഗവാനെ ഞങ്ങളുടെ ഭക്തിക്ക്? നിങ്ങളുടെ ഭക്തിയുടെ ആഴം നാം അറിയുന്നു. പക്ഷേ നിങ്ങളുടെ മകൾ കൺമണിയുടെ ശുദ്ധഗതിയും കറയറ്റ ഭക്തിയും മൂലമാണ് നാം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന സത്യം നിങ്ങൾ അറിയുക. മകളെ കൺമണി, നമുക്ക് വിശക്കുന്നു. പാല് തരിക. പാലിന് നല്ല സ്വാദുണ്ട് കേട്ടോ.
ഭഗവാനെ, കഴിഞ്ഞ തവണ നിവേദിക്കാൻ കൊണ്ടുവന്ന പാൽ അങ്ങ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചില്ല. ഇവരെന്നെ പൊതിരെ തല്ലി ഭഗവാനെ. നിത്യവും നമുക്ക് അഭിഷേകത്തിന് കൊണ്ടുവരുന്ന പാൽ നാം പൂർണ്ണമായും കുടിച്ചു തീർക്കുന്നു എന്ന ഉറച്ച ധാരണയാണ് കൺമണിക്കുണ്ടായിരുന്നത്. കുട്ടിയുടെ ധാരണയ്ക്കനുസരിച്ച് നാം പാൽ കുടിക്കാതെ വന്നപ്പോൾ കുട്ടിയുടെ കണ്ണുനീരും ഉള്ളഴിഞ്ഞുള്ള പ്രാർത്ഥനയുമായി. അപ്പോൾ നാം പ്രത്യക്ഷപ്പെട്ട് പാൽ പൂർണ്ണമായും കുടിച്ചു തീർത്തു എന്നത് സത്യമാണ്. നിങ്ങളുടെ കുട്ടിയും വ്യാജം പറഞ്ഞില്ല, കള്ളിയുമല്ല. നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമായ കൺമണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക. കൺമണി, ഭഗവാനെ, സർവ്വ ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ. കൺമണി, വാ മോളെ. മകളെ, മകളെ, കൺമണി, ഞങ്ങളെ വെറുക്കരുത്. ഞങ്ങൾക്ക് മാപ്പ് തരണം മകളെ. മകളെ, കൺമണി, നിന്നെ പോലെ മഹാഭാഗ്യവതിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് മൂലം നിന്റെ മാതാപിതാക്കൾക്ക് ശിവദർശനം സാധ്യമായല്ലോ. ഇനി ഒരിക്കലും നിന്നെ ഞങ്ങൾ അവിശ്വസിക്കില്ല കുട്ടി. ഭഗവാനെ, മഹാദേവ, ഗംഗാധര, എന്താ മുത്തശ്ശി, നേരെ ഇത്രയും വൈകിട്ട് എഴുന്നേക്കാത്ത? മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ, നല്ല പനിയുണ്ടല്ലോ. എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശിക്ക് കടുത്ത ദേഹാസ്വസ്ഥമാണ് കുട്ടി. തല ചുറ്റുന്നത് പോലെ, ദേഹമാസകലൊരു തളർച്ച. അയ്യോ മുത്തശ്ശി, ചേച്ചി, മീനാക്ഷി ചേച്ചി, മുത്തശ്ശി. അയ്യോ, എന്താണമ്മേ? എന്തോ ഒരു വയ്യായിക അനുഭവപ്പെടുന്നു. കിടക്കേന്ന് എഴുന്നേക്കാനാവാത്തതുപോലെ. അയ്യോ അയ്യോ ചേച്ചി, എന്റെ മുത്തശ്ശി. വിഷമിക്കാതെ കുട്ടി, അമ്മയ്ക്കൊന്നുമില്ല. ചൂടുവെള്ളം വേണമെങ്കിൽ കൊടുക്ക. ഞാൻ പോയി വൈദ്യനെ വിളിച്ചോണ്ട് വരാം. ചേച്ചി, എന്താ ചേച്ചി? ചേച്ചി ഇതെങ്ങോട്ടാ? വള്ളിയമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്.
എന്റെ ശിവപെരുമാളെ, മുത്തശ്ശിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ശരീരം ആകെ തളർന്ന അവസ്ഥയിലാ. പ്രായമായില്ലേ. പിന്നെ ഭൈരവിയെ കുറിച്ച് ഓർത്തുള്ള ആദി, കനിമൊഴിയുടെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ആശങ്ക, എല്ലാം കൂടി പാവം വള്ളിയമ്മേ ആകെ തളർത്തിയിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? ഞാനൊരു വൈദ്യനെ വിളിക്കാൻ പോവാ. ഉടനെ വന്നേക്കാം. നീ വള്ളിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കേ. മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ, മുത്തശ്ശി വിളി കേൾക്കുന്നില്ലല്ലോ. മുത്തശ്ശിക്ക് എന്താ സംഭവിച്ചത്? മുത്തശ്ശി, മുത്തശ്ശി, കണ്ണു ഓർഗ. ചേച്ചി, മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് മീനാക്ഷി ചേച്ചി പറഞ്ഞു. ചേച്ചി വിഷമിക്കാതെ. മീനാക്ഷി ചേച്ചി വൈദ്യരെ വിളിക്കാൻ പോയിരിക്കുമല്ലേ. മുത്തശ്ശി സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ, കരയാതെ. മുത്തശ്ശിക്ക് എന്തോ കാര്യമായ അസുഖമുണ്ട്. ബോധം നശിച്ചിരിക്കുക. അതാ വിളി കേൾക്കാത്തത്. മുത്തശ്ശി, മുത്തശ്ശി, എഴുന്നേക്ക് മുത്തശ്ശി, മുത്തശ്ശി. വരൂ. എത്ര ദിവസമായി ഈ അസ്വസ്ഥത തുടങ്ങിയിട്ട്? ഇന്ന് രാവിലെ തുടങ്ങിയതാ. മുൻപ് ഇതുപോലുള്ള അസുഖം വന്നിട്ടുണ്ടോ? ഇല്ല, വല്ലപ്പോഴും പനിയും ചുമയും വരും. പക്ഷേ അത് പെട്ടെന്ന് മാറുകയും ചെയ്യുമായിരുന്നു. വാർദ്ധക്യമായില്ലേ, രക്തഓട്ടം കുറഞ്ഞു. വള്ളിയമ്മയ്ക്ക് വാദത്തിന്റെ ഉപദ്രവം കലശലായിരിക്കുക. പേടിക്കണ്ട, തൽക്കാലം ആപത്തൊന്നും സംഭവിക്കില്ല. ഇത് 2 ചൂർണങ്ങളാ. ഇത് 4 തുടം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 2 തുടമാക്കി വറ്റിച്ചെടുക്കണം. എന്നിട്ട് ആ ഔഷധ ലായനി 3 നേരമായി കൊടുക്കുക. ആശ്വാസം ഉണ്ടാവും. ഇതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. വരൂ വൈദ്യരെ. ഓ, വൈദ്യരുടെ ഔഷധങ്ങൾ കഴിച്ചിട്ടും വള്ളിയമ്മയ്ക്ക് ഒരു കുറവും കാണുന്നില്ലല്ലോ മീനാക്ഷി. കുറയൂന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. വളരെ കൈപുണ്യമുള്ള വൈദ്യരാ. ശാരീരികമായ അസുഖത്തെക്കാൾ മാനസികമായ വേവലാതിയാ വള്ളിയമ്മയെ തളർത്തിയിരിക്കുന്നെന്നാ വൈദ്യര് പറഞ്ഞത്. രാത്രിയും പകലും കനിമൊഴി കനിമൊഴിയെന്ന പല്ലവിയെ മുത്തശ്ശിക്കുള്ളൂ. ശരിയാ. കനിമൊഴിയെ ഭൈരവിയും കൂട്ടരും തട്ടിക്കൊണ്ടുപോയെന്നും വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തിയെടുത്തെന്നും സ്വപ്നം കണ്ടതിന് ശേഷമാ വള്ളിയമ്മ ഈ അവസ്ഥയിലായത്. ഇനി തൃക്കടയൂരപ്പം തന്നെ വള്ളിയമ്മയ്ക്ക് തുണയാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കനിമൊഴി, വള്ളിയമ്മ എന്തേ? മുത്തശ്ശി ഉറങ്ങി. രോഗി ഉറങ്ങുന്നത് ശുഭലക്ഷണമാ. ഔഷധങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാ ശരിക്കും ഉറക്കം കിട്ടുന്നത്. ഉറങ്ങി തെളിയുമ്പോ അസുഖത്തിന് ശമനം ഉണ്ടാവും. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് പിന്നെ ആരുമില്ല. കരയാതെ കനിമൊഴി, മുത്തശ്ശിക്ക് അരുതാത്തതൊന്നും സംഭവിക്കില്ല. അഥവാ സംഭവിച്ചാലും ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. സമാധാനിക്ക് കുട്ടി. കനിമൊഴി ചേച്ചിക്ക് ഈ കുടിലിൽ എന്ന് ഇടമുണ്ടാകും. ഞങ്ങളൊക്കെ കൂട്ടിനും ഉണ്ടാകും. കനിമൊഴി, എനിക്ക് ജനിക്കാതെ പോയ എന്റെ മൂത്ത മകളാണ് നീയെന്ന് ഞാൻ ഇടയ്ക്കിടെ പറയുന്നത് വെറും വിൺവാക്കല്ല കുട്ടി. മുത്തശ്ശിയുടെ ആയുസ്സിനു വേണ്ടി നീ ഉള്ളൊരുക്കി പ്രാർത്ഥിക്ക്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്.